ആ കൊമ്പ് ചലിച്ചില്ലെന്ന്. ആ കൊമ്പ് ചലിച്ചില്ല, അതിനനക്കം വന്നില്ല. ആ അഭിഷേകം വീഴേണ്ട തല ഇവിടെ വരാതെ സാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കുന്നത് കാണുന്നു ചില തലമുറകളുടെ മേൽ. അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം. ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലോ, അപ്പനും അമ്മയും നിന്നെ തള്ളിക്കളഞ്ഞാലോ, വചനം എഴുതി വെച്ചിരിക്കുന്നു, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മൂള പൊട്ടി പുറപ്പെടും. ഒരു മൂള പൊട്ടി പുറപ്പെടും. ദൈവാത്മാവുള്ള തലമുറ ഏതെങ്കിലും സാഹചര്യത്തിനകത്ത് കൊണ്ട് പിശാചിട്ട് കളഞ്ഞാലും, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ തട്ടിക്കളഞ്ഞിട്ടവൻ പുറത്തു വരൂ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കണമെന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന മാതാവേ, ഒത്തിരി ആത്മാർത്ഥതയോടെ, ഒത്തിരി പ്രാർത്ഥനയോടെ ഇന്ന് ദൂത് ഞാൻ നിന്നോട് കൈമാറുകയാ. ഏത് രാജ്യത്തിന്റെ അറ്റത്ത് നിന്റെ തലമുറയായാലും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് അവരിൽ ആവസിക്കണോ. മറ്റൊന്നും വേണ്ടപ്പാ, മറ്റൊന്നും വേണ്ട. ഈ ദൈവാത്മാവ് ആവസിച്ചാൽ എന്റെ തലമുറയുടെ മേൽ ബാക്കിയുള്ളതെല്ലാം പുറകാലെ കളഞ്ഞ ചില തലമുറകൾ, ചിലരുടെ ദുരാത്മാവിനെ മാറ്റുവാൻ അഭിഷേകത്തോടെ കയറി വരുന്ന സീസൺ തുറക്കുന്നു. മുറിയിലെ പ്രാർത്ഥനാ വാചകങ്ങൾ എന്താണെന്ന് അറിയാമോ? കർത്താവേ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കണമേ. എന്റെ കുഞ്ഞിനെ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, വേണം, എല്ലാം ദൈവം നൽകൂ. നിന്റെ തലമുറയ്ക്ക് ഏറ്റവും ബെറ്ററായ വിദ്യാഭ്യാസം, ഏറ്റവും ബെറ്ററായ നന്മ ദൈവം നൽകും. പക്ഷെ നീ പ്രാർത്ഥിക്കേണ്ട ഒരു ഭാഗം, ഈ ദൈവത്തിന്റെ ആത്മാവ് ശമൂവേലിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു, ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ശൗലിന്റെ മേൽ നിന്ന് ദൈവാത്മാവ് വിട്ടുമാറി. അടുത്തവിടെ എഴുതി വെച്ചിരിക്കുക, പിന്നെ അവന്റെ മേൽ ദുരാത്മാവ് ബാധിച്ചെന്ന്. പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരിക്കലും തലമുറയുടെ മേൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറാൻ ഇടയാകരുതെന്ന്. നിനക്ക് അവരെ നോക്കാൻ, നീ അവരിയ്ക്കുന്ന രാജ്യത്ത് ചെല്ലാൻ പറ്റത്തില്ല മാതാവേ. നിനക്ക് എത്തി നോക്കാൻ പറ്റത്തില്ല. ഒരു ഫോൺ കോളിനപ്പുറം എന്ത് നടക്കുന്നെന്ന് നിനക്കറിയത്തില്ല. പക്ഷെ പ്രാർത്ഥനാ മുറി കയറിയിരുന്ന മുഴങ്കാലും അടക്കാൻ നിനക്ക് കഴിഞ്ഞാൽ മേലും വീഴാത്തൊരഭിഷേകം അവരുടെ ആരുടെ തല കണ്ടിട്ട് ആ കൊമ്പ് ചലിച്ചില്ല, അതിനനക്കം വന്നില്ല. ആ അഭിഷേകം വീഴേണ്ട തല ഇവിടെ വരാതെ, അഭിഷേകം ഒഴിക്കേണ്ട തല. അവതര ശബ്ദം എഴുതി വെച്ചിരിക്കുന്നത് ഈ 7 പേരുടെ കാര്യമല്ല, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മൂള